അമേരിക്കയുടെ താരിഫ് ഇന്നലെ മുതൽ പ്രാബല്യത്തിലെത്തിയതോടുകൂടി ഇന്ത്യ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യക്കകത്തുള്ള വ്യാപാരികളുടെയും വ്യവസായികളുടെയും സമ്പൂർണ്ണ പിന്തുണ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. അമേരിക്ക ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഇവർ കത്തെഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ റിപ്പോർട്ടും നമ്മൾ കൊടുത്തതാണ്. എന്നാൽ ഇപ്പോഴിതാ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ പല ആൾക്കാരും നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്. അതിൽ പ്രധാനമായും ഭാരത് ഫസ്റ്റ് ഓൾവേസ്, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപിൻ്റെ അതേ ആപ്തവാക്യത്തിന് പകരം ഭാരത് ഫസ്റ്റ്, അതായത് നമ്മുടെ രാജ്യമായിരിക്കണം ആദ്യം എന്നുള്ള പുതിയ ആപ്തവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് AAPRS MP ആയിട്ടുള്ള ഡോക്ടർ അശോക് മിത്തലാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബോയ്ക്കോട്ട് ചെയ്യണം അമേരിക്കയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സും ബിവറേജസിൽ നിന്നും നമ്മൾ ആദ്യം തുടങ്ങണമെന്നാണ്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ തുടങ്ങണം ബോയ്ക്കോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ബിവറേജസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ അശോക് മിത്തൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രാജ്യസഭയുടെ മെമ്പറാണ്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. 2022 മുതൽ അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ട്. ഒരു കാര്യം ആലോചിക്കണം, ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ MP ആണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. ഈ ട്രംപിൻ്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ നമ്മുടെ രാജ്യത്തുള്ളൂ, അതാണ് രാഹുൽ ഗാന്ധി. ഇപ്പോഴും നരേന്ദ്രമോദിയെ പുറത്താക്കാനായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിഷയങ്ങളെ അനുകൂലിക്കുകയും മോദി ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അമേരിക്കയുടെ വ്യാപാര കരാറുമായി ഇന്ത്യ ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയും കർഷകരെ തകർക്കാൻ ഇതാ നരേന്ദ്രമോദി ഇറങ്ങി പുറപ്പെട്ടു എന്ന്. അങ്ങനെ ഒപ്പിടാത്തത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള താരിഫൊക്കെ നമുക്ക് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് നരേന്ദ്രമോദി ഇതിന് മറുപടി പറയണം. എന്തായാലും രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടി അടക്കം ഈ വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്നുള്ളൊരു കാര്യമാണ്. രാജ്യം ഒറ്റക്കെട്ടായി ട്രംപിനെ നേരിടാൻ തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.